ആസിഫ് അലി രമേശ് നാരായണൻ വിഷയത്തിൽ ഇന്നലെ പരസ്യമായി രമേശ് നാരായണൻ ആസിഫ് അലി അപമാനിച്ചപ്പോൾ തന്നെ അത് ആത്മസംയമനത്തോടു കൂടി നേരിട്ടുകൊണ്ട് ആസിഫ് അലി കയ്യടി മേടിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ അതിലൊരു വിശദീകരണവുമായി ആസിഫ് അലി വന്നപ്പോഴും അദ്ദേഹം എത്ര പക്വമായാണ് വിഷയം കൈകാര്യം ചെയ്തതെന്ന് കേരളം കാണുകയാണ്. വളരെ വിനയത്തോടും വിവേകത്തോടും കൂടി അദ്ദേഹം, അതായത് ശരിയാണ്, തനിക്ക് വലിയ പിന്തുണ കിട്ടി, അതിനൊക്കെ നന്ദിയുണ്ട്. ഒപ്പം ഒരു വലിയ ഹെയ്റ്റ് ക്യാമ്പയിനായി രമേശ് നാരായണനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു, അത് ശരിയല്ല, അതിൽ നിന്ന് ആളുകൾ പിന്മാറണം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ആ സമയം എന്തൊക്കെയോ ഒരു ഡിസ്കംഫർട്ട്നെസ് ഫീൽ ചെയ്തിരുന്നത് എനിക്കും അപ്പോൾ തന്നെ തോന്നിയതാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം പെരുമാറിയത്. ഒട്ടും രമേശ് നാരായണനെ കുറ്റപ്പെടുത്താതെ അദ്ദേഹം ഒരു വിശദീകരണം നൽകുകയാണ്. അപ്പോൾ ആസിഫ് അലിയുടെ ഇന്നത്തെ വിശദീകരണത്തെ കൂടി എങ്ങനെ കാണണം എന്നുള്ളത് സംസാരിക്കണം നമ്മൾ. നിഷാദ ഇന്നത്തെ ആ ബൈറ്റ് കണ്ടു കാണും ആസിഫ് അലിയുടെ, എന്ത് തോന്നി കണ്ടപ്പോൾ? എനിക്ക് തോന്നിയ ആദ്യത്തെ കാര്യം, ആസിഫ് അലി അദ്ദേഹത്തിൻ്റെ പ്രതികരണം തീരെ വൈകിച്ചില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് നിശബ്ദനായിരിക്കാമായിരുന്നു. അത്തരം വിവാദങ്ങളോട് ഞാൻ പ്രതികരിക്കുന്നില്ല, ഞാനൊരു ഫിലിം പ്രൊമോഷന് വന്നതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം ആ നിശബ്ദതയുമായി പോയാൽ രമേശ് നാരായണനെതിരായിട്ടുള്ള ആക്രമണം അതേ ഡെൻസിറ്റിയിൽ അവിടെ നിൽക്കും എന്നതാണ്. അപ്പോൾ അങ്ങനെ നടക്കാൻ പാടില്ല എന്ന് അയാൾ തീരുമാനിച്ചു എന്നാണ് എനിക്ക് വലിയ കാര്യമായി തോന്നിയത്. ഞാൻ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് പനിയായിരുന്നു, ഉച്ചയ്ക്കാണ് ഇതിനൊക്കെ കണ്ടത്. എന്തു പറയണമെന്ന് ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് പല വഴിക്ക് പോകുന്ന കണ്ടു. അയാളുടെ കൺസേൺസ് പങ്കുവയ്ക്കുകയാണ്. മതപരമായ വിഭജനത്തിൻ്റെ സാധ്യതകൾ പോലും ഇതിനകത്ത് ചില ആളുകൾ പ്രയോജനപ്പെടുത്തുന്നത് കണ്ടു. അപ്പം ഇടപെടണം എന്ന് തോന്നി. എന്നിട്ട് അദ്ദേഹം പൂർണ്ണമായും, അതായത് ഒരു മനുഷ്യൻ സോറി പറയുക എന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യങ്ങളിലൊന്ന്. സോറി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ വലിയ കാര്യവുമാണ്. അപ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി. ഞാൻ ഫുള്ളി കൺവിൻസ്ഡ് ആണ്. വേണമെങ്കിൽ ഇത്രയും വലിയ ഒരു ഇവൻറ്റിൻ്റെ നടുവിൽ വെച്ച് തന്നെ അപമാനിച്ച ഒരു മനുഷ്യൻ പറയുന്ന ഡൈജസ്റ്റിംഗ് അല്ലാത്ത ഒരു ന്യായം, നമുക്കറിയാവുന്ന പോലെ രമേശ് നാരായണൻ ആസിഫ് അലിയോട് എന്തെങ്കിലും അബദ്ധം പിണഞ്ഞതല്ല. വളരെ പർപ്പസ്ഫുള്ളി അദ്ദേഹം ആസിഫ് അലിയെ അവഗണിക്കുകയാണ്. കാരണം ജൂനിയറായ ഒരാൾ എന്ന നിലയ്ക്ക് അതിന് അദ്ദേഹത്തിന് കാരണങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ സംസാരിച്ച ഇവിടെ പർപ്പസ്ഫുള്ളി എന്നെ അവഗണിക്കുകയാണ്. എന്നിട്ട് ഡെലിബറേറ്റായി ചെയ്ത ഒരു കാര്യമാണ്, വേണമെങ്കിൽ ക്ഷമിക്കാതിരിക്കാം. പക്ഷേ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, ഇപ്പോൾ ഇയാൾ ജിസ് ജോയുടെ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എതിരെ നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സൊന്നറിയാൻ കഴിഞ്ഞാൽ തീരുന്നതാണല്ലോ നമ്മുടെ പ്രശ്നമെന്ന് ചോദ്യോത്തരം പറയുന്നുണ്ട്. അപ്പോൾ എതിരെ നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സറിയാൻ നമ്മൾ പല ആൾക്കാരും വിമർശിക്കുമ്പോൾ ശ്രമിച്ചില്ല. പക്ഷേ ആസിഫ് അലി അതിനകത്ത് ഏറ്റവും ഹർട്ട് ചെയ്ത, അതിൻ്റെ ആരാണോ അതിൻ്റെ അഫക്റ്റ് ചെയ്ത മനുഷ്യൻ, അയാൾ അതിന് തയ്യാറായി. അത് ഭയങ്കരമായ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, തന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി അദ്ദേഹം പറയുന്നു. നിങ്ങളിനി ഇയാൾ ചെയ്യരുത്, ഹെയ്റ്റ് പറയാൻ പാടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നിങ്ങൾ സ്മൃതി ഇറാനിയെ ആക്രമിക്കാൻ പാടില്ല, ഹെയ്റ്റ് ഒരു നല്ല രാഷ്ട്രീയമല്ല, അവരെ നിങ്ങൾ വേട്ടയാടുന്നത് നിർത്തുന്നതാണ്. രാഹുലിനോട് ഈ പണിയൊന്നും അല്ല സ്മൃതി ഇറാനി എടുത്തിട്ടുള്ളത് നമുക്കറിയാം. ആ ക്വാളിറ്റി ആസിഫ് അലി കീപ്പ് ചെയ്യാണ്. അത് ചെയ്യാൻ പാടില്ല, അവസാനിപ്പിക്കണം. അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനസിക വ്യഥയുടെ അപ്പോഴത്തെ ടെൻഷൻ്റെയും സാഹചര്യമൊക്കെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അത് നല്ല മാതൃകയാണ്. സമീപകാലത്ത് നമ്മൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു പര്യവസാനം സിനിമയിൽ നിന്നൊക്കെ കാണുന്നത്. സിനിമ പൊതുവേ ഇത്തരം സംഘർഷങ്ങളിൽ ആളുകൾ മിണ്ടാതിരിക്കുക എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മിണ്ടി അവസാനിപ്പിക്കാൻ, സെറ്റിൽ ചെയ്യാൻ, പൊരുത്തപ്പെടാൻ അയാൾ തയ്യാറായി എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ആസിഫ് അലി പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അയാൾ ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്തൊക്കെയായിരിക്കും പറയാൻ പോവുക, ഇത്ര വലിയ വിവാദം ലോകമാകെയുള്ള മലയാളികൾ ആസിഫ് അലിയെ എടുത്തുയർത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ തന്ത്രപരമായി അതിൻ്റെ ഒരു നേട്ടം പോകാതെ ഇയാൾ സംസാരിക്കുമെന്ന് ഞാൻ ഉറ്റുനോക്കുക. പക്ഷേ അയാൾ വളരെ ജെന്യൂനായിട്ടാണ് സംസാരിക്കുന്നത്. വേണമെങ്കിൽ ചില വാക്കുകളൊക്കെ ഒഴിവാക്കാമായിരുന്ന ഒന്ന്, പക്ഷേ അയാൾ വളരെ ജെന്യൂനായി സംസാരിച്ച് അവസാനിപ്പിക്കുന്നു എന്നത്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ഇവൻറ്റിനകത്തുണ്ടായ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ജുവൽ മേരി എന്ന് പറഞ്ഞതിൻ്റെ അവതാരക വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കുറിപ്പിനകത്ത് ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല, പെട്ടെന്നൊന്ന് പറയായിരുന്നു, പറഞ്ഞപ്പോൾ ഉണ്ടായ തെറ്റാണ് ഈ സംഭവിച്ചതെന്ന് ജുവൽ മേരി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ആസിഫ് അലി സംസാരിച്ചു കഴിഞ്ഞു, ഒന്നിലധികം തവണ രമേശ് നാരായണൻ സംസാരിച്ചു കഴിഞ്ഞു. രമേശ് നാരായണനെ പോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്തുകൊണ്ട് ഇൻസൾട്ടഡായി എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുക്കാൻ ഇപ്പോൾ അമ്മയടക്കം അവരുടെ ടേക്കുമായിട്ട് വന്നല്ലോ. ആ പരിപാടിയുടെ സംഘാടകർ കൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ MTയുടെ മകൾ അടക്കമുള്ള ആളുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ മൊത്തം ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ ഒരു ഷോ ഡയറക്ടർ ഉണ്ടായിരുന്നു. അവർ കൂടി എന്തുകൊണ്ടാണ് രമേശ് നാരായണനെ പോലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് അവിടെ വന്നപ്പോൾ അദ്ദേഹം മൊമെൻറ്റോ കൊടുക്കപ്പെടാതിരുന്നത്, അദ്ദേഹം വേദിയിലേക്ക് വിളിക്കപ്പെടാതിരുന്നത്, അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല, എന്തുകൊണ്ടാണ് ആ സംഗതി ഉണ്ടായത്? മറ്റത് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇതുകൂടി വിശദീകരിക്കുന്നത് നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് തന്നെ ഇദ്ദേഹം എന്താ പറയുന്നത്, പങ്കാളിയായിട്ടുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരെ വേദിയിൽ വിളിച്ച് ആദരിക്കുമ്പോൾ ഇദ്ദേഹം വിളിക്കപ്പെട്ടില്ല. അത് സംഘാടകരുടെ ഭാഗത്തെ പിഴവാണ്. അദ്ദേഹം പാട്ടുണ്ടാക്കിയിരിക്കുന്ന സിനിമ സംവിധാനിച്ചിരിക്കുന്നത് ജയരാജാണ്. ജയരാജ് പോലും അദ്ദേഹത്തെ ആദ്യം വിളിച്ചില്ല. ഇപ്പോൾ ജയരാജ് എനിക്ക് പ്രിയപ്പെട്ട ആളാണെന്ന് വിളിക്കുന്നു, ജയരാജ് വരുന്നു. ജയരാജ് ഇപ്പോൾ ഇതിനകത്ത് ആസിഫ് അലി ഇൻസൾട്ടായ സംഗതിയെക്കുറിച്ച് ജയരാജ് വിശദീകരിക്കുന്നില്ല.
പക്ഷേ ജയരാജനെ അടക്കമുള്ള ആളുകളെ ആദ്യം വേദിയിലേക്ക് വിളിച്ചിരുന്നാണ് ഇപ്പോൾ ജുവൽ മേരി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആദരിക്കപ്പെടുമ്പോൾ സംഗീത സംവിധായകൻ കൂടി വരണം എന്ന് അവരുടെ ടീം പറഞ്ഞില്ല കാര്യം ജുവൽ മേരി പറയുന്നുണ്ട്. അതൊക്കെ അവർക്ക് വിശദീകരിക്കാൻ പറ്റിയ നല്ല കാര്യമായിരിക്കും. ജുവൽ മേരിയുടെ ഭാഗത്തും ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അവരൊരു സിനിമാ താരമാണ്, ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന ആളാണ്. അവർക്ക് രമേശ് നാരായണനെ മനസ്സിലായില്ല എന്നത് അത്ര സിമ്പിളായ ഒരു സംഗതിയല്ല. എന്ന് മാത്രമല്ല, അവരതിനെ അനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? സന്തോഷ് നാരായണൻ സാറിന് ഒരു ചെറിയ സമ്മാനം കൊടുക്കാൻ ആസിഫ് അലി ദയവായി താങ്കൾ കൊടുക്കണം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അത്ര സുഖകരമായിട്ടായിരിക്കില്ല അദ്ദേഹത്തിന് ഫീൽ ചെയ്യുക. വിശാലമായി പറയുമ്പോൾ ആര് തന്നാലും വാങ്ങിക്കണം, ഇതൊരു പുരസ്കാരമൊന്നുമില്ല, ജസ്റ്റ് ഒരു മൊമെൻറ്റുമാണ്. ഓരോ ആളുകളും അവരവരുടെ മേഖലയിൽ അവരവരുടെ കഴിവ് തെളിയിച്ചവർ തരുന്നു എന്നൊക്കെ നമ്മളതിനെ വാല്യൂ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴും ആസിഫ് അലി ദയവായി താങ്കൾ ഒരു ചെറിയ സമ്മാനം രമേശ് നാരായണന് കൊടുക്കണമെന്ന് വെച്ചാൽ രമേശ് നാരായണനല്ല സന്തോഷ് നാരായണന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സുഖകരമായിട്ടായിരിക്കില്ല ഫീൽ ചെയ്യില്ല. നോട്ട് ഓൺ ദ സ്റ്റേജിലും അല്ല. പിന്നെ അദ്ദേഹത്തിന് വയ്യാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞത്, കാലിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ജുവൽ മേരിയുടെ ഭാഗത്തു നിന്നും സുഖകരമല്ല. അവരിപ്പോൾ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു, എനിക്ക് എൻ്റെ റൺ ഓർഡറിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് കേട്ടതാണെന്ന്. അവരെ വിളിച്ച് വേറൊരാൾ തിരുത്തി കൊടുക്കുന്ന ഓഡിയോ നമുക്ക് കേൾക്കാൻ പറ്റും. രമേശ് നാരായണൻ എന്ന് പറ, സന്തോഷമല്ല എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടായ കാര്യത്തിൽ ജുവലിനെ പോലെ ഒരു പുതിയ ആളൊന്നുമല്ല, അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രമേശ് നാരായണൻ എന്തുകൊണ്ട് ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്ന കാര്യവും കൂടി അതിൻ്റെ സംഘാടകർ വിശദീകരിക്കട്ടെ. രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് താൻ ഒരു വലിയ സംഗീത സപര്യയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. എങ്ങനെ ക്വാളിറ്റേറ്റീവായി ബിഹേവ് ചെയ്യണം എന്ന് പാഠം പഠിപ്പിക്കാൻ ഈ ഇൻസിഡൻറ്റ് ഉപകാരപ്പെടട്ടെ എന്നുകൂടി ഞാൻ പറയുകയാണ്. ഇപ്പം ഞാൻ ന്യൂസ് റൂമിലിരിക്കുന്നു, ക്യാബിനിൽ വിളിച്ച് എഡിറ്റർ എന്നെ കുറച്ച് ചീത്ത പറയുന്നു. ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് മുന്നിൽ കാണുന്നത് സേഫിനാണ്. സേഫ് ഡെസ്കിലിരിക്കുകയാണ് വേറെ ജോലിയായിട്ട്. ഞാൻ എൻ്റെ സീനിയോറിറ്റി ഉപയോഗിച്ച് സേഫിനെ കുറച്ച് ചീത്ത പറയാം. സേഫിന് അത് കേൾക്കേണ്ട ബാധ്യതയില്ല, അത് മാനുഷികമായി ശരിയല്ല, ഒരു നിലയ്ക്കും ശരിയല്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനല്ല പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ തനിക്കുണ്ടായിട്ടുള്ള പ്രശ്നത്തെ അദ്ദേഹം നിരപരാധിയായ ഒരു മനുഷ്യനെ പൊതുമധ്യത്തിൽ അവഹേളിച്ചുകൊണ്ടല്ല തൻ്റെ രോഷം തീർക്കേണ്ടത്. ആസിഫ് അലി ക്ഷമിച്ചു, അത് കേൾക്കുന്ന ആളുകൾ ക്ഷമിക്കുമായിരിക്കും. ആളുകൾക്ക് ഈ ടോട്ടൽ എപ്പിസോഡ് കൺവിൻസ്ഡ് ആയാലും ഇത്തരം മോശം പെരുമാറ്റ രീതികൾ ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ ഹനിക്കാൻ ഒരാൾക്കും അർഹതയില്ല, എന്ത് കാരണത്തിലായാലും. അപ്പോൾ ആസിഫ് അലിക്ക് അയാൾക്ക് ഇതിനെക്കുറിച്ച് ഒട്ടും ഒരു ധാരണയില്ലാത്ത ആളാണ്. അങ്ങനെ ഒരാളെ അവമതിക്കാൻ പാടില്ല. അപ്പം കൂടുതൽ ഉന്നതിയിലേക്ക് പോകുമ്പോൾ മനുഷ്യരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ലളിതമാകാനുമാണ് പഠിക്കേണ്ടത് എന്ന കാര്യം. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ആസിഫ് അലിയെ സംബന്ധിച്ച് കേരളത്തിലെ വിനയത്തിൻ്റെ മൊത്തം കോൺട്രാക്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്ന് വിട്ടിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും ആസിഫ് അലിക്ക് ഒന്ന് മുഖം കറുപ്പിക്കാനോ ഒരു സെൽഫി എടുക്കുമ്പോൾ ഒന്നും മാറാനോ പറ്റില്ല. ഇവനെയാണോ ഭഗവാനെ നമ്മൾ വിനയനെന്ന് വിളിച്ചത് എന്ന് ചോദിച്ച് മലയാളി വിനയത്തിൻ്റെ ഓഡിറ്റ് മെഷീനുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇനി ആജീവനാന്ത കേരളത്തിൻ്റെ സിനിമ വിനയനായിട്ട് ഇദ്ദേഹം പ്രഖ്യാപിച്ചു എന്നതുകൂടി ഒരു തമാശ എനിക്ക് പറയാൻ തോന്നുന്നു. ഫൈനലി അജിംസ്, ആസിഫിൻ്റെ ഈ പക്വമായ പ്രതികരണത്തോടു കൂടി ഈ ഇഷ്യൂ തീർന്നു എന്ന് കരുതുന്നുണ്ടോ? എനിക്കൊരു ജിസ് ജോയ് സിനിമ കണ്ടിറങ്ങിയ ഫീലാണ് ഇപ്പോൾ ഉള്ളത്. സീരിയസ്ലി ഫീൽ ഗുഡ് സിനിമ. ഫീൽ ഗുഡ് സിനിമ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഡയലോഗ് തന്നെ ഉപയോഗിച്ചല്ലോ, എതിരെ നിൽക്കുന്ന ആളുടെ മനസ്സ് കണ്ടാൽ തന്നെ വളരെ മനോഹരമായിട്ട് ആസിഫ് അലി ആ വേദിയിലും പെരുമാറി. പിന്നീട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോരുത്തരുടെ വ്യക്തിത്വത്തിൻ്റെ ഗുണങ്ങൾ കൂടിയാണ്. അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഗുണമാണ്. ചെറിയൊരു തിരിച്ചടി ഉണ്ടായാലും അതിനെ പുഞ്ചിരിയോടെ നേരിടുക, ഒരു വേദിയിൽ അപമാനിക്കപ്പെട്ടാൽ പോലും അത് വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഇന്നലെ ഈ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട ഒരാൾ ആരാണ് അതിൽ? രമേശ് നാരായണനാണ്. അത് ഇന്ന് ആസിഫ് അലി അതൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതിനെ വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുക, അധിക്ഷേപിക്കുക, അതിനെ വർഗീയമായ ടോണോടുകൂടി അതിനെപ്പറ്റി സംസാരിക്കുക, മതത്തെ കൊണ്ടുവരിക, അതിൽ അങ്ങനെ പലതരത്തിൽ ആക്രമിക്കപ്പെട്ടു അദ്ദേഹം. അതെനിക്കതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയൊരു ട്രോൾ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യപ്പെട്ട ട്രോളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് നിരന്തരം തെറ്റിച്ച് പറഞ്ഞൊരു ട്രോളുണ്ട്. സന്തോഷ് നാരായണനെ അങ്ങനെ ചെയ്തല്ലോ, രമേശ് നാരായണനെ സുരേഷ് രാമനാട്ടുകാർക്ക് ഉപകാരം കൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അദ്ദേഹം കളിയാക്കാണ്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, രമേശ് നാരായണൻ എന്ന പേര് ആസിഫ് അലിയേക്കാൾ കേൾക്കപ്പെട്ടിട്ടില്ല, ആസിഫ് അലിയേക്കാൾ പ്രശസ്തനല്ല രമേശ് നാരായണൻ എന്നുള്ളതാണ് ഇതിൻ്റെ മൊത്തം. അതായത് ആരാണ് ഈ രമേശ് നാരായണൻ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നാണ് ഞാൻ ഇന്നലെ കണ്ട ഈ സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ കൂടുതലായിട്ടുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോൾ രമേശ് നാരായണൻ കുറേ അധികം സിനിമകൾക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആദ്യത്തെ പാട്ട് എന്ന് പറയാവുന്ന ഘർഷോമിലെ പാട്ട്, ആദ്യത്തെ സിനിമാ ഗാനം എന്ന് പറയുന്ന ഘർഷോമിലെ പാട്ട് അത്യാവശ്യം ഈ 90കളിലൊക്കെ പാട്ട് കേൾക്കുന്ന ആളുടെ മനസ്സിലിപ്പോഴുള്ള പാട്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു, മലയാളം സിനിമാ ഗാനങ്ങളിൽ ഹിന്ദുസ്ഥാനി സംഗീതം ബാബുരാജിന് ശേഷം ഹിന്ദുസ്ഥാനി സംഗീതത്തെ എത്ര എവിഡൻ്റായിട്ട് കൊണ്ടുവരികയും ആ രാഗങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഒരാളാണ് അദ്ദേഹം.
സിനിമാ പാട്ടുണ്ടാക്കി എന്നുള്ളതല്ല പണ്ഡിറ്റ് രമേശ് നാരായണൻ, ഞാൻ അങ്ങനെ തന്നെ പറയും, പണ്ഡിറ്റ് രമേശ് നാരായണൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നത് അദ്ദേഹം കർണാട്ടിക് സംഗീതത്തിലൊരു മാസ്റ്റർ ആയതുകൊണ്ടുകൂടിയാണ്. പണ്ഡിറ്റ് ജസ്രാജിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം. മേവാട്ടി ഘരാനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് അദ്ദേഹം. കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഐക്കണാണ് രമേശ് നാരായണൻ എന്ന് ഞാനിവിടെ നിന്ന് പറയാണ്. ഇത് ഭൂരിഭാഗം പേരും വിശ്വസിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇതിങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം എല്ലാവരും കേൾക്കുന്നില്ല, എല്ലാവരും കച്ചേരി കേൾക്കുന്നില്ല, ഭജൻ കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ രമേശ് നാരായണൻ വലിയ ആളാണെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. അതേസമയം കഥകളി സംഗീതം, കഥകളി സംഗീതത്തിൻ്റെ മാസ്റ്ററാണ് ഇദ്ദേഹം. ഇപ്പോൾ ഒന്നും വേണ്ട, പെരുവനം കുട്ടന്മാരാർ. ഇപ്പോൾ പൂരത്തിലേക്ക് വന്ന് ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന ആളാണല്ലോ. പെരുവനം കുട്ടന്മാരാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗതി നേരിടേണ്ടി വരുമായിരുന്നു? ഇല്ല. ഇനി സോപാന സംഗീതം പാടുന്ന ഒരാൾക്കാണെങ്കിൽ പേര് തെറ്റിപ്പോകുമായിരുന്നോ? ആങ്കർക്ക് രമേശ് നാരായണൻ സന്തോഷ് നാരായണനായി മാറുമായിരുന്നോ? ഇല്ലല്ലോ. ഒരു ശാസ്ത്രീയ സംഗീത വിദഗ്ധൻ, കർണാട്ടിക് സംഗീതത്തിൻ്റെ ഒരാളാണ് എങ്കിൽ ഇത് മാറിപ്പോവോ? ഇല്ലല്ലോ. യേശുദാസിൻ്റെ പേര് മാറിപ്പോവോ? ഇളയരാജയുടെ പേര് മാറിപ്പോവോ? ഇല്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് ഈ രമേശ് നാരായണൻ മാത്രം? അദ്ദേഹത്തെപ്പറ്റി ആർട്ടിക്കിളുകളൊന്നുമില്ല, അദ്ദേഹത്തെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. അദ്ദേഹം ഒരു കർണാടക സംഗീതത്തിൻ്റെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഐക്കണാണെന്ന് ആരും സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തെ ആരും അറിയില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. എന്തുകൊണ്ടാണ് ഈ പേര് തെറ്റിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് ജയരാജിന് പോലും അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഉപഹാരം നൽകണം എന്ന് തോന്നാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കല മഹത്തരമാകാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം തീരെ അറിയപ്പെടാത്ത ആളുകളാണെന്ന് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത്? ഞാൻ പറയുന്നു, അതിൻ്റെ പേരാണ് ജാതി. രമേശ് നാരായണൻ്റെ കൂടെ ഒരു വാലുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതി ദ്യോതിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആളത് സമ്മതിച്ചേനെ. അദ്ദേഹം ഒരു ദളിത് സമുദായാംഗമാണ്. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹം പണ്ഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സർവജ്ഞാനപീഠം കയറിയാൽ പോലും അദ്ദേഹം അംഗീകരിക്കപ്പെടില്ല. ഇത് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം ആ വേദിയിൽ പെരുമാറിയതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവുക. ഒന്ന് ആലോചിച്ച് നോക്കുക. 96 മറ്റാണ് ഗർഷോം ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് എത്ര സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്? 10, 25, 30 സിനിമകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ സംഗീതപ്രേമികളെ സംബന്ധിച്ച് അതൊക്കെ മാസ്റ്റർ ക്രാഫ്റ്റാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം സിനിമാ സംഗീതത്തിലല്ല അദ്ദേഹത്തിൻ്റെ മേഖല, അതല്ല. അദ്ദേഹം ഭജൻ ചെയ്യുന്നു, കച്ചേരി നടത്തുന്നു. ആ രംഗത്ത് അദ്ദേഹം വളരെ പ്രശസ്തനുമാണ്. അദ്ദേഹത്തിന് ഉത്തരേന്ത്യയിലൊക്കെ വലിയ സ്വീകാര്യതയുണ്ട്, മറ്റിടങ്ങളിൽ സ്വീകാര്യത. കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹം സിനിമാ പാട്ട് സംഗീതം ചെയ്തെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വേദിയിൽ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിപ്പോവുക, അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഏറ്റവും അവസാനം ഒന്ന് കൊടുക്കാമോ ഉപഹാരം എന്ന് പറയുക. അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾക്ക് പോലും അദ്ദേഹം ആദരിക്കപ്പെടേണ്ടവനാണെന്ന് തോന്നാതിരിക്കുക, അതാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ടീമിൽ പോലും, ഇപ്പോൾ ജയരാജിന് പോലും തോന്നുവാണ് അദ്ദേഹം എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് കൊണ്ടുവരേണ്ടതല്ലെന്ന് അദ്ദേഹത്തിന് തോന്നാതിരിക്കുക എന്നുള്ളതിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ടേ മതിയാവും. ഇതാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം. പക്ഷേ ആസിഫ് അലി അവിടെ വേറൊരു അർത്ഥത്തിൽ ഇരയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പൂനെയിലെത്തുകയും അവിടെ നിന്ന് സിത്താർ പഠിക്കുകയും പിന്നീട് അദ്ദേഹം നേരത്തെ ചെറുപ്പത്തിൽ കർണാട്ടിക് മ്യൂസിക് പഠിച്ച ആളാണ്. പിന്നീട് ഈ രംഗത്തെ വരികയും ഉത്തരേന്ത്യയിലൊക്കെ കച്ചേരി അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ഇതെല്ലാം പഠിച്ച് വർഷങ്ങളായി സംഗീത സൗകര്യം നടന്ന ഒരാളെ MTയുടെ ഒരു ജന്മദിന വേദിയിൽ അദ്ദേഹത്തെ ആരും അറിയില്ല, അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിപ്പോകുന്നു. അദ്ദേഹത്തിന് ഒരു ഉപഹാരം കൊടുക്കണമെന്ന അതിൻ്റെ സംഘാടകരോ അദ്ദേഹം സംഗീത സംവിധാനം നടത്തിയ സിനിമയുടെ സംവിധായകനോ പോലും തോന്നുന്നില്ലെങ്കിൽ ആ മനുഷ്യനുണ്ടാകുന്ന ഈ വികാര വിക്ഷോഭം നിങ്ങളൊന്ന് ഊഹിച്ചു നോക്ക്. ഈ അദ്ദേഹത്തിൻ്റെ ഷൂസിൽ നമ്മൾ കയറിയിരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ആസിഫ് അലിയോടല്ല, ആസിഫ് അലി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. ആസിഫ് അലിയുടെ മുഖത്ത് നോക്കുന്നില്ല. അദ്ദേഹം തന്നെ പറയുന്നത് എന്താ, ഇത് എനിക്ക് ആസിഫ് അലി ഉപകാരം തന്നാന്ന് എനിക്ക് തോന്നിയില്ല. ആ സമയത്ത് തോന്നില്ല. അത്രയും പ്രായമായൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ലൈഫ് മുഴുവൻ സംഗീതത്തിന് വേണ്ടി തിരിച്ചൊരു മനുഷ്യൻ അപമാനിക്കപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മിസ്ബിഹേവിയർ ഉണ്ടായി. ശരി, ആ മിസ്ബിഹേവിയറിൻ്റെ കാരണം നമ്മൾ കാണണ്ട. അതിന് പകരം അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിലാണ് ആക്രമിച്ചത്? ഒന്ന്, അദ്ദേഹം സംഘിയായതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചത്. MT നല്ല ഹിന്ദുവാണ്, ഇദ്ദേഹം മോശം ഹിന്ദുവാണ്, എന്തെല്ലാമാണ് പല രീതിയിലാണ് അദ്ദേഹത്തെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു ദൃശ്യത്തിൻ്റെ പേരിൽ ഒരാളെ ജഡ്ജ് ചെയ്യുക, ഒരാളെ കൂട്ടമായി ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആസിഫ് അലിക്ക് മനസ്സിലായതുകൊണ്ടാണ് ആസിഫ് അലി ഇന്ന് അത്ര മനോഹരമായി അതിനെക്കുറിച്ച് സംസാരിച്ചത്. എനിക്ക് അത് അപമാനകരമായി തോന്നിയില്ല എന്ന് ആസിഫ് അലി പറയുന്നത് ആസിഫ് അലിയുടെ ഔന്നത്യമാണ്. ആസിഫ് അലി ആ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണത്. പക്ഷേ എത്ര ഭീകരമായ സൈബർ അറ്റാക്കാണ് രമേശ് നാരായണൻ നടന്നതെന്ന് ഓർക്കുക. ഇത് മറ്റാർക്കും നേരിടേണ്ടി വരില്ല, അത് രമേശ് നാരായണന് മാത്രം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം. എനിക്ക് പക്ഷേ അതിനകത്തൊരു കാര്യം തോന്നുന്നത്, എനിക്ക് ഈ ജസ്റ്റിഫിക്കേഷൻ ഉള്ളൂ. അതായത്
നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, ഈ ഇദ്ദേഹം നേരിടുന്ന പ്രശ്നത്തിനകത്ത് ഒരു റോളും ഇല്ലാത്ത ഒരാളെ പൊതുമധ്യത്തിൽ അപമാനിക്കുക, എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കല്ലേ. അത്തരം അപമാനിക്കലിന് അപ്പുറത്തേക്ക് പോയി വിശാലമായ കാര്യങ്ങളെ കാണാൻ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ കുറച്ചുകൂടി ഉന്നതിയിലേക്ക് വരിക എന്നുള്ള പോയിന്റ് എനിക്കുണ്ട്. പിന്നെ ഈ അജിംസ് പറഞ്ഞ സോപാന സംഗീതജ്ഞനാണെങ്കിൽ ആളുകൾ അറിയില്ല എന്ന് ചോദിച്ചാൽ എല്ലാ സോപാന സംഗീതജ്ഞരും ഇവിടെ പുതിയ തലമുറയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ കഥകളി പാട്ടുകാരെയും സൈഫിന് അറിയാമോ? എത്ര കച്ചേരി പാടുന്ന വരേണ്യ വർഗ്ഗക്കാരെ സൈഫിന് അറിയാം? സൈഫിന് അറിയില്ല. കലാഭവൻ മണിയെ സൈഫിന് അറിയാമോ? അറിയാം. കലാഭവൻ മണി പോപ്പുലിസ്റ്റ് പാട്ടുകൾ ഉണ്ടാക്കിയാണ്. അറിയില്ല എന്നുള്ളതല്ല, ഞാൻ അറിയില്ല എന്ന് പറയില്ല. ജാതിയാണ് അതിന്. അല്ലല്ല, എനിക്ക് അയാൾ അറിയില്ല എന്ന് ഞാൻ പറയാൻ മടിക്കും. രമേശ് നാരായണൻ അറിയില്ല എന്ന് പറയാൻ ആർക്കും ഒരു മടുപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് അയാൾ അറിയില്ല, ഈ പേര് തെറ്റിപ്പോലെ ഞാൻ കാണാപ്പാടം പഠിക്കും. ഞാൻ ഇതൊരു സിസ്റ്റത്തിൻ്റെ കാര്യം, ഒരു വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്. ഒരു സിസ്റ്റം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അദൃശ്യനാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ വിശദീകരിച്ചത്. ശരി. എന്തായാലും അതിനകത്ത് ഇന്നിപ്പോൾ ഒരു വിശദീകരണവും പ്രതികരണം ആസിഫ് അലി നടത്തിയതോടുകൂടി തന്നെ ഈ വിഷയം നല്ല രീതിയിൽ അവസാനിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം രമേശ് നാരായണൻ നമ്മൾ ഊഹിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സൈബർ ആക്രമണത്തിന് വിധേയനായി. അതുണ്ടാകരുത്. അതിനകത്ത് റിലീജിയസ് മതപരമായ രീതിയിലുള്ള അവഹേളനം കൂടി ഉണ്ടായി. അതൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ ആസിഫ് അലി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔന്നത്യം കൂടിയാണ് അവിടെ വെളിപ്പെടുന്നത്. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്ന നാൾ വീണ്ടും ഇരിക്കാം. നമസ്കാരം.